I request Brother Matthew Verghese to start with the word of prayer. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ മീനിങ്ഫുൾ ആയിട്ട് ഈ സന്ധ്യാസമയം ചെലവഴിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ധ്യാനിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ ഒക്കെ പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഡിസ്കഷൻസ്, പേപ്പർ പ്രസന്റേഷൻ എല്ലാം വളരെ മീനിങ്ഫുൾ ആയിരിക്കാൻ തക്കവണ്ണം നിങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഗൈഡ് ചെയ്യണമേ. ഈ സമയം പ്രത്യേകിച്ചും സണ്ണിച്ചാനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. താൻ്റെ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് കർത്താവെ നിന്റെ ശബ്ദം കേൾക്കുവാനും ഞങ്ങൾക്ക് അതിനോടൊക്കെ പ്രതികരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുനാഥൻ അപേക്ഷിക്കുന്നു, കൃപയുടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. നമ്മുടെ കേരള ചാപ്റ്റർ, ട്രേസിയുടെ കേരള ചാപ്റ്ററിന്റെ ഈ രണ്ടാമത്തെ മീറ്റിംഗില് we have the paper presentation by Dr. Jacob Samuel. ഞങ്ങള് സ്നേഹത്തോടെ സണ്ണിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു പക്ഷെങ്കിൽ 1992-ലാണ് 94-ലാണ് ആദ്യമായിട്ട് പ്രിയ സണ്ണിച്ചായനെ പരിചയപ്പെടുന്നത്. സണ്ണിച്ചായനും ലാലിമാമിയും മക്കളും ഒക്കെ പിന്നീട് ഒരു വലിയ ബന്ധം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ലഭിച്ചു. പ്രത്യേകിച്ചും ഞാനും എൻ്റെ ഭാര്യ സജുവും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് പ്രിയ സണ്ണിച്ചായൻ്റേത്. തീർത്തും ലളിതവും എന്നാൽ വളരെ വളരെ ആഴമേറിയതുമായ ഒരു ആത്മീയ ജീവിതം പ്രിയ സണ്ണിച്ചായന്റെ ഭവനത്തിലും പ്രിയ സണ്ണിച്ചായന്റെ കുടുംബത്തിലും, ലാലിമാമയുടെ സണ്ണിച്ചായന്റെ വൈഫിന്റെ പേര് ലാലിമാമ എന്നാണ്, ഞങ്ങൾ കാണുവാൻ പ്രത്യേകിച്ചും വളരെയധികം മോട്ടിവേറ്റഡ് ആകാനായിട്ട് ഇടയായിട്ടുണ്ട്. സ്റ്റുഡന്റ് മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്നു ആ ബന്ധങ്ങൾ എങ്കിൽ പിന്നീട് പല തലങ്ങളിൽ ആ ബന്ധത്തെ ഊഷ്മളമാക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. സണ്ണിച്ചായൻ എപ്പോഴും ഒരു സ്റ്റുഡന്റ് ആണ്. ജേക്കബ് സാമുവൽ is known as a student always, a man who want to practice very seriously what he study. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മളുടെ പഠനം ഇൻകാർണേഷൻ മിഷൻ, ക്രിസ്തീയ ദൗത്യത്തെ ഒരു ഇൻകാർണേഷണൽ ഡൈമെൻഷനിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുവാൻ ശ്രമിക്കുമ്പോൾ ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നതാണ് മിഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും സണ്ണിച്ചായന്റെ ആ പ്രസന്റേഷനിലൂടെ കാണാൻ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഈ പ്രസന്റേഷന്റെ കണ്ടന്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എൻ്റെ ഉത്തരവാദിത്വം പ്രിയ സണ്ണിച്ചായനെ ഡോക്ടർ ജേക്കബ് സാമുവലിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. He had done his doctoral studies in Christian ministry and his concentration was on the teaching ministry of the church. സഭയുടെ ടീച്ചിങ് മിനിസ്ട്രിയെ കുറിച്ചുള്ള വളരെ ആഴമേറിയ ഒരു പഠനത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷനിൽ പിന്നീട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം അത് കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സമയത്ത് നമ്മളുടെ ക്ലാസ് ആരംഭിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്ത ചില പുതിയ അംഗങ്ങളുണ്ട്. മുൻപ് കടന്നു വന്ന് കഴിഞ്ഞ മാസത്തെ നമ്മുടെ പഠനത്തിലും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സോ ദിസ് സ്റ്റഡി വിൽ കണ്ടിന്യൂ എവറി തേർഡ് വീക്ക്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാ മൂന്നാം വീക്കിലും നമ്മൾ ഫ്രൈഡേ, സാറ്റർഡേ ആ വീക്കെൻഡ് ഡേയ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡി ഓരോ ആനുകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തീയ ദൗത്യവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു ഡിസ്കഷൻ പേപ്പറാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സ്റ്റഡി പ്രസന്റ് ചെയ്യാനായിട്ട് പ്രിയ സണ്ണിച്ചായനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. We'll have a very fruitful time and after that we will have time for discussion. It will not be a long
time of presentation so that we will get a lot of time for discussion. Now over to Dr. Jacob Samuel. Thank you, Chen. It's a real privilege to be with you all. So let us pray that God will give us a meaningful time of meditation and reflection. We are presently in the Advent season, and so നമ്മുടെ ചിന്തകൾ എല്ലാം കർത്താവിൻ്റെ ആ ഒന്നാമത്തെ വരവിനെ കുറിച്ച്, കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജനനത്തെ സംബന്ധിച്ചുള്ള ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. എന്നാൽ പലപ്പോഴും the major event of ക്രിസ്മസിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ, ഭക്ഷണന്മാരുടെ സന്ദർശനം, അതിന്റെ പ്രത്യേകതകള്, വിദ്വാൻമാരുടെ സന്ദർശനം, മാറിയുടെയും ജോസഫിന്റെ സമർപ്പണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അതെല്ലാം ഒത്തിരി ലെസൺസ് അതിനകത്തുന്നുണ്ട്. പക്ഷെ the crux of the Advent is none of these. It is nothing but the enfleshment or the incarnation of God in Christ. So we'll focus our study today on incarnation and how it is relevant to us in understanding mission or the incarnational model of mission. So I had already given a paper. A paper inde ചിലരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ എല്ലാ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകുന്നില്ല. ഇതിന്റെ മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. So I will share a PowerPoint presentation now, which will help us to focus our thinking. കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ? കാണാം. Yeah, we can see it. Yeah. Okay. If you want to make it bigger, slides. താഴെ Slide show. Yeah, that can be done. Yeah. Yes. Okay. We know that out of the four Gospels, it is Saint Matthew and Saint Luke who give a detailed description about the birth of Christ. As far as Saint John is concerned, he summarizes it in one sentence. The Word became flesh and made his dwelling among us. Vajanam jadamai തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. So our focus will be on this verse. Incarnation കുറിച്ച്, God becoming man, അതിനെ കുറിച്ച് C.S. ലൂയിസ് പറയുന്നത് it's a grand miracle. നമ്മൾ among all the miracles recorded in the Bible റെക്കോർഡ് ചെയ്തിരിക്കുന്ന അനേകം miracles ഉണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. Raising of the dead and feeding of the 5,000 and healing of many people. All these miracles are there, and crossing of the Red Sea, very big miracles. But C.S. Lewis says that none of these miracles can come anywhere near the incarnation or God becoming man. It is beyond human comprehension that the infinite God would voluntarily become finite, limiting himself to time and space. The Word became flesh. Vajanam jadamai തീർന്നു. എന്താണ് വചനം? അതിന്റെ നമുക്കറിയാം, സുവിശേഷത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ വചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് താന് സുവിശേഷം ആരംഭിക്കുന്നത്. And we know the Greek word used is the logos. ഈ ലോഗോസ് എന്നുള്ള ആ പദപ്രയോഗം അല്ലെങ്കിൽ ആ ആശയം
അത് യോഹന്നാൻ അത് എഴുതുമ്പോൾ it would have struck chords of remembrance in the minds of both the Jews as well as the Greeks, because യഹൂദന്മാരുടെ ഇടയിലും യവനന്മാരുടെ ഇടയിലും ഈ വചനം എന്നുള്ള വാക്ക്, ലോഗോസ് എന്നുള്ള വാക്ക് വളരെ പരിചിതമായിരുന്നു. As far as Jews were concerned, they referred to word of God by which he created and governs the world. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ God spoke and it came into being. ദൈവത്തിന്റെ പിന്നെ സ്പെസിഫിക് ആയിട്ട് അവന്റെ വചന മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. And the logos was used to refer to the law also that God gave to Israel. The Greeks, logos was the shaping, ordering and directing principle in the universe. And according to Greek thought, logos being a participant in divine order was by that very fact distinct from material and historical world. അപ്പോൾ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു സത്യം, ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്ന, ലോകത്തിന് ഓർഡർ കൊടുക്കുന്നതായിട്ടുള്ള, ലോകത്തെ നയിക്കുന്നതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഇസ് far away from the historical, far away from the material world. പക്ഷേ യോഹന്നാൻ സുവിശേഷകന്റെ പ്രഖ്യാപനം എന്താണ്? വചനം ജഡമായി തീർന്നു. The good news that John wants to announce is that contrary to Greek thinking, the word became flesh and entered into human history. ഈ ആദ്യത്തെ 3 വാക്യങ്ങളിൽ യോഹന്നാൻ വചനത്തെ കുറിച്ച്, ലോഗോസിനെ കുറിച്ച് പറയുന്ന ആ 3 വാക്യങ്ങളിലെ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. എന്താണ് ഈ വചനം? ഏത് വചനമാണ് ജഡമായി തീർന്നത്? ഫസ്റ്റ് വേർഡ്സ്, as you know, is ആദിയിൽ വചനമുണ്ടായിരുന്നു. In the beginning was the word. This echoes the opening words of Genesis. ആദിയിൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേദപുസ്തകം തുടങ്ങുന്നത് അങ്ങനെയാണ്, അല്ലെ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന ആ സമയത്ത്, ആ ആദിയിൽ യോഹന്നാൻ പറയുന്നു, വചനം അന്നേരം ഉണ്ടായതല്ല, അന്നേരം ഉണ്ടായിരുന്നു. The word was already there when God created. According to Genesis 1:1, ദൈവം ക്രിയേറ്റ് ചെയ്ത ആ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. This refers to the eternal nature of the word. The word was already there in the beginning. That is, he predates all creation. There never was when he was not, Athanasius' famous statement. Thus, the word is outside the created order and shares eternity with God. അപ്പോൾ സൃഷ്ടിയുടെ ഭാഗമല്ല വചനം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. He is outside the created order and he was there in eternity before anything else was created. The word, secondly, the word was with God. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ഇവിടെ കൂടെ ആയിരിക്കുന്നത് പറയുന്നത് ഒരു കോ എക്സിസ്റ്റൻസ് എന്നുള്ള ഇതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത് അതൊരു കമ്മ്യൂണിയനെ കുറിച്ചാണ്. With here is literally two words. According to many scholars, this indicates an intimate relation between the word and God. A.T. Robertson എന്ന് പറയുന്ന സ്കോളർ പറയുന്നത്, the word, അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ, the word was face to face with God. ദൈവത്തോട് മുഖാമുഖമായി, അഭിമുഖമായി, they were in so close communion. So the word was not only co-eternal with God in respect of being, but was eternally in active communion with him. And also the word is one with God. The word was God. വചനം ദൈവം ആയിരുന്നു. This phrase unambiguously affirms the deity of word, the deity of the word. അപ്പം വചനം ദൈവമായിരുന്നു. വചനം ആദിയിൽ ഉണ്ടായിരുന്നു, ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവത്തോടുള്ള കമ്മ്യൂണിയനിലായിരുന്നു, അവൻ ദൈവം തന്നെ ആയിരുന്നു എന്നുള്ളതും യോഹന്നാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. And fourthly, all things were created through the word. The universe sprang into existence out of the unique communion of love between God and the word, because it is love's instinct to create. അപ്പോൾ സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ നമ്മൾ കാണുന്നത് അവൻ നിത്യനാണ്, ദൈവത്തോട് ഉള്ള സംസർഗത്തിലായിരുന്നു,
ദൈവമായിരുന്നു, അതുപോലെ അവൻ മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ഈ വചനമാണ് ജഡമായി തീർന്നത്. ദിസ് വേർഡ് became flesh. വചനം ജഡമായി തീർന്നു എന്നുള്ള ഈ പ്രഖ്യാപനം is probably the most profound statement in the prologue of John's Gospel. The eternal creative word became part of his creation. The word who is one with God in divinity is now one with us in humanity. It represents the heart and climax of the gospel. വചനം ജഡമായി തീർന്നു എന്നുള്ള ആ വാക്യം ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ജഡം എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സാർക്സ് എന്നുള്ള ആ പദം, ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് സ്റ്റാർട്ട്ലിംഗ് വേർഡ്. ഈ പല വാക്കുകൾ ഉപയോഗിക്കാവുന്നതിൽ ഈ പ്രത്യേക പദം യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ ഈ പദത്തിന്റെ ഈ ഫ്ലെഷ് എന്നുള്ള, ഫ്ലെഷ് സ്റ്റാൻഡ്സ് ഫോർ ദ ഹോൾ പേഴ്സൺ while it refers to human existence in its frailty and vulnerability. ജഡം, സകല ജഡവും പുല്ലുപോലെ. അപ്പൊ മനുഷ്യ ജീവിതത്തിന്, മനുഷ്യത്വത്തിന്റെ പരിമിതികളും അതിന്റെ ബലഹീനതകളും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ജഡം എന്നുള്ളത്. He made our creaturely weakness his own form of being, as in Romans 8:3, sending his own son in the likeness of sinful man or sinful flesh. The verb was made expresses that a person or thing changes its property and enters into a new condition, becoming something that it was not before. അപ്പൊ വചനമായിരുന്നവൻ മനുഷ്യത്വം, മനുഷ്യ പ്രകൃതി കൂടെ സ്വീകരിച്ച് he's becoming something new. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. ആ ടെൻസ് തന്നെ നോക്കുമ്പോൾ ഒരു ഫിനിഷ്ഡ് വർക്കായിട്ട് അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഇൻകാർണേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇറ്റ് ഇസ് നോട്ട് ന്യൂ ടു ക്രിസ്ത്യാനിറ്റി ആസ് വി നോ. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഗ്രീക്ക് റിലീജിയൻസിൽ ദിസ് വാസ് വെരി കോമൺ. There are many popular incarnations, but they were considered, they were personifications of natural phenomena. Their conviction that gods could not be strangers to men made it natural to believe that they came down to earth from time to time. അപ്പോൾ ദൈവങ്ങളും മനുഷ്യരുമായിട്ട് അങ്ങനെ ഒത്തിരി വ്യത്യാസം പാടില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ഈ ദൈവങ്ങളെ സങ്കല്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ഒരു വിപുലമായിട്ടുള്ള, മനുഷ്യനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ടുള്ള പല ബീയിങ്സ് ആയിട്ടാണ് ദൈവങ്ങളെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗോഡ്സ് യൂസ് ടു ടേക്ക് ഹ്യൂമൻ ഫോം. So the human body was a disguise or a temporal means of communication for gods. അപ്പോൾ ദൈവങ്ങൾക്ക് മനുഷ്യനോട് സംസാരിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ദൈവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരൂപം എടുക്കുമായിരുന്നു. So that was the Greek concept of incarnation. As you know, in our land, in Hinduism, the thought of incarnation is easily linked to the idea of Vishnu as the preserver uses the agency of heroes or great men to deliver the race from evils by which it would otherwise be overwhelmed. നമുക്കത് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. In Hinduism, the thought of incarnation is easily linked to the idea of Vishnu, the preserver, using the agency of heroes or great men to deliver the race from evils, from which otherwise it would be overwhelmed. Whereas Hinduism thinks in terms of numerous temporary avatars, the Christian view of incarnation that it is a historical, once for all event which holds abiding value for human salvation. അപ്പോ വിഷ്ണുവിന്റെ അവതാരം പല രീതിയിൽ പല സമയങ്ങളിൽ പല സമയങ്ങളിൽ അത് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നീതിമാന്മാരെ രക്ഷിക്കുന്നതിനായിട്ടും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനുമായിട്ടുമാണ് അവതാരങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം. എന്നാൽ ദുഷ്ടന്മാരെ അന്വേഷിച്ച്, അല്ലെങ്കിൽ പാപികളെ അന്വേഷിച്ച് വന്ന ഒരു അവതാരമായിട്ടാണ് യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. And we know that it is historical. ചരിത്രത്തിൽ അതിന്റെ the evidence അതിന്റെ അടയാളം ലീവ് ചെയ്തുകൊണ്ടാണ് ആ ഇൻകാർണേഷൻ, ആ ജഡാവതാരം നടന്നതെന്ന് നമുക്കറിയാം. And it was a once for all event, and that which led to the salvation of mankind. ഈ
ഇതിന്റെ നമ്മുടെ ഇൻകാർണേഷനെ കുറിച്ച്, ജഡാവതാരത്തെ കുറിച്ച് ധാരാളം അതിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മുടെ ഇന്നത്തെ സ്റ്റഡിയുടെ ബന്ധത്തില് ചില കാര്യങ്ങൾ മാത്രം അതിനോട് ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് what are the implications, what is the importance, and what are the implications of incarnation. One is affirmation. God affirmed the worth and value of human existence in incarnation. In spite of our sin and fallenness, God chose to take the human form. Our human life became the vehicle for God's life. The all-powerful God became a helpless baby who is fully dependent on his mother. Creating man in his image, God declared the essential worth and value of man. In incarnation, he affirmed it. We know it very well. എന്താണ് ക്രിയേഷനിൽ തന്നെ, ക്രിയേഷൻ അക്കൗണ്ടിൽ തന്നെ കാണുന്ന ഒരു കാര്യം, മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യന്റെ ഒരു മഹത്വം, ദി ഡിഗ്നിറ്റി ഓഫ് മാൻ, ദ വർത്ത് ഓഫ് മാൻ, അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ബിക്കോസ് ഓൺലി മാൻ ഓർ ഹ്യൂമൻ ബീങ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്റെ വാല്യൂ, മനുഷ്യന്റെ വർത്ത് അവിടെ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. സോ ദി ക്രിയേഷൻ അക്കൗണ്ട് ഡിക്ലെയർസ് ഇറ്റ്, ആൻഡ് ഇൻ ഇൻകാർണേഷൻ ഗോഡ് ഈസ് കൺഫേമിങ് ഇറ്റ്. അതിനെ അഫേം ചെയ്യുന്നു, അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്നു. കാരണം സകലത്തിന്റെയും ഉപരിയായിട്ട്, സകലത്തെയും സൃഷ്ടിച്ച, സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ, ഉടയവനായ, അതിനേക്കാൾ ഉപരിയായ, അതിന് പുറത്തുള്ളവനായിട്ടുള്ള ദൈവം, എവിടെയും അടക്കാൻ കഴിയാത്ത ദൈവം, സ്ഥലത്തിനോ കാലത്തിനോ അടക്കുവാൻ കഴിയാത്ത ദൈവം, ഇതാ ചെറുതായി ഒരു ഗ്രാമീണ യുവതിയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ആൻഡ് that little baby was totally dependent on his mother. സ്വന്തം അമ്മയിൽ പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹെൽപ്ലെസ് ബേബി ആയിട്ട് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പോ മനുഷ്യ ജീവിതം, അപ്പൊ മനുഷ്യന്റെ വാല്യൂ, if God could become man is not something worthless. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുമെങ്കിൽ, മനുഷ്യരൂപം എടുക്കാൻ കഴിയുമെങ്കിൽ, മനുഷ്യൻ എന്ന് പറയുന്ന ചില്ലറ ആളല്ല. He's so great, he's so valuable. മനുഷ്യ ജീവിതം, the human existence അത്രയും വാല്യൂ ഉള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ജഡാവതാരത്തിലൂടെ ദൈവം പ്രഖ്യാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Secondly, identification. The enfleshment of the eternal word demonstrates that God's identification was in particular with us in particular in our weakness and suffering. ദൈവത്തിന്റെ ജഡാവതാരം നമ്മുടേതായിട്ടുള്ള, മനുഷ്യന്റേതായിട്ടുള്ള ബലഹീനതകളും മനുഷ്യന്റേതായിട്ടുള്ള കഷ്ടതകളും, ആ കഷ്ടതയും വേദനയും നിറഞ്ഞ മനുഷ്യ ജീവിതവുമായിട്ടാണ് മനുഷ്യാവതാരത്തിലൂടെ, ജഡാവതാരത്തിലൂടെ ദൈവം അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന, താതാത്മ്യം പ്രാപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇഫ് ഗോഡ് കുഡ് ബിക്കം മാൻ ഇൻ വേരിയസ് അതർ വേസ്, മറ്റു പല രീതിയിലും ദൈവത്തിന് മനുഷ്യനാകാമായിരുന്നു. അല്ലെങ്കിൽ യേശുവിന് മറ്റു പല സ്ഥലങ്ങളിലും, മറ്റ് പല രീതിയിലും, മറ്റു പല ഭവനങ്ങളിലും ജനിക്കാമായിരുന്നു. അതെല്ലാം it would have been incarnation. But God decided that when he becomes man, he should identify with man in his lowliest circumstances. So as Jesus was born in the lowliest of human circumstances, we know that he was born in a manger. His parents had to flee to a foreign country, carrying the baby with them as the king wanted to take his life. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു റെഫ്യൂജി ആയിട്ട് തീരുന്നതിന്റെ ദുഃഖം, അതിൻ്റെതായിട്ടുള്ള വേദനകൾ, അതിന്റെ പ്രയാസങ്ങളെല്ലാം ദൈവം അനുഭവിക്കുകയാണ്. He grew up in an infamous town. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കത്തക്കവണ്ണമുള്ള ഒരു മഹിമയും ഇല്ലാത്ത ഒരു ഗ്രാമത്തിലാണ് താൻ വളരുന്നത്. His relatives misunderstood him. ഇവന് ബുദ്ധിഭ്രമം വന്നിരിക്കുന്നു വരെ അവനെ കുറിച്ച് പറഞ്ഞു. The religious leaders questioned him. നിനക്ക് ഇതൊക്കെ ചെയ്യാൻ ആരാ അധികാരം? Who are you? എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തു. Was betrayed by one of his disciples. ഒരു ശിഷ്യൻ തന്നെ ഒറ്റക്കൊടുത്തു, മറ്റൊരാൾ തന്നെ തള്ളി പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം തന്നെ വിട്ടോടിപ്പോയി. Was interrogated like
a criminal, humiliated and crucified for no fault of his own. He went through all kinds of human suffering. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള കഷ്ടതകളും വേദനകളും, വെദർ ഇറ്റ് ഇസ് ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ, ഇമോഷണൽ, ആ തരത്തിലുള്ള എല്ലാ വേദനകളും യേശു അനുഭവിക്കുന്നു, അതായത് ദൈവം അനുഭവിക്കുന്നു. സോ ഗോഡ് goes through all kinds of human suffering. So God identified with human beings in our lowliest level. ഏറ്റവും നമ്മുടെ താഴ്ന്ന അവസ്ഥയിലാണ് ദൈവം നമ്മളോട് ഐഡന്റിഫൈ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇപ്പൊ മനുഷ്യന് ഇപ്പൊ നമ്മൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, മനുഷ്യന്റെ കഷ്ടതയെക്കുറിച്ച് ദൈവത്തിന് എന്തറിയാം, ദൈവത്തിന് സ്വർഗത്തിൽ ഇരുന്നാൽ മതിയല്ലോ. മനുഷ്യന്റെ വിഷമം എന്താണ്, നമ്മുടെ വേദന എന്താണ്, നമ്മുടെ ആശങ്കകൾ എന്താണ്, നമ്മുടെ നിരാശകൾ എന്താണ് ദൈവത്തിന് അറിയാമോ? God knows, because he already endured, he already went through all this. So now man cannot accuse God of not understanding what it means to suffer. In incarnation, God identified with the pain and sufferings of man. Now, thirdly, communication, ആശയവിനിമയം. In the incarnated word who tabernacled among them, the disciples saw his glory as the glory of the only begotten of the Father. അവന്റെ തേജസ്, പിതാവിൽ ഏകജാതനായവന്റെ തേജസ്സായിട്ട് തങ്ങൾ കണ്ടു എന്നാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ഒരു ചെറിയ കഥ ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പാശ്ചാത്യ രാജ്യത്ത് വിന്റർ ഈവനിങ്, ഒരു ശൈത്യകാലം, ഒരു വൈകുന്നേര സമയത്ത് ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ തന്റെ ജോലിയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് തന്റെ കഥകും ജനലും എല്ലാം അടച്ച് തീ കായുന്നതിനായിട്ട് ശ്രമിക്കാം. അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ജനൽപ്പാളിയിൽ ആരോ മുട്ടുന്നതായിട്ട് കേട്ടു. ഗ്ലാസ് വിൻഡോസിന്റെ ആരോ മുട്ടുന്നതായിട്ട് ഒരു ശബ്ദം കേട്ടു. താൻ നോക്കുന്ന സമയത്ത് he found that ഒരു കൊച്ചു കുരുവി, a little sparrow was trying to get into the house, get into the room. പുറത്തെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് അത് അകത്തോട്ട് വരാൻ ശ്രമിക്കാം. സോ ബിക്കോസ് ഓഫ് ദ ഗ്ലാസ് ആയതുകൊണ്ട് അത് അകത്തേക്ക് വരാൻ വിചാരിച്ച് അതിങ്ങനെ ശ്രമിക്കാം. പക്ഷെ ഗ്ലാസിൽ തട്ടി that sparrow could not enter in. അപ്പോ കൃഷിക്കാരൻ അതിനോട് വളരെ ദയവ് തോന്നി തന്റെ ജനലിന്റെ ഒരു പാളി തുറന്നു വെച്ചു കൊടുത്തു ആ കുരുവിക്ക് അകത്ത് വന്ന് രക്ഷപ്പെടാനായിട്ട്. പക്ഷെ ഈ കൃഷിക്കാരനെ കണ്ടതോടുകൂടെ ഈ പക്ഷി ഭയന്ന് വിറച്ച് അടുത്തുള്ള മരത്തിന്റെ കൊമ്പിൽ പോയിരുന്നു. അപ്പോ കൃഷിക്കാരന് മനസ്സിലായി തന്നെ കണ്ട് പേടിച്ചിട്ടാണ്, ഒരുപക്ഷെ തന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഈ കുരുവി അവിടെ പോയിരിക്കുന്നത്. അപ്പൊ അതിനെ ആകർഷിക്കാനായിട്ട് തന്നെ ശ്രമിക്കും, അതിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു. ചില ധാന്യമണികൾ എറിഞ്ഞു കൊടുത്ത് അതിനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ പക്ഷി അവിടെ തന്നെ ഭയന്ന് അതുപോലെ തണുപ്പിൽ വിറച്ച് അവിടെ ആ വൃക്ഷത്തിന്റെ കൊമ്പിലിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പക്ഷിക്ക് താൻ ഈ മനുഷ്യൻ തന്നെ ഉപദ്രവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ തന്നെ അകത്തേക്ക് വിളിക്കുന്നത് ഈ കുരുവിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് ഈ കൃഷിക്കാരന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചിന്ത കഥാകൃത്ത് പറയുന്നത് ഇങ്ങനെ അദ്ദേഹം ആത്മകഥം ചെയ്തു എന്നാണ്. ഇഫ് ഓൺലി ഫോർ എ മോമെന്റ് ഐ ഹാഡ് ബിക്കം എ സ്പാരോ. ഒരു നിമിഷത്തേക്ക് ഞാനൊരു കുരുവിയായി തീർന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മറ്റേ കുരുവിയോട് ചെന്ന് പറയാം, ഞാൻ നിന്നെ കൊല്ലുവാനായിട്ടല്ല, നശിപ്പിക്കുവാനായിട്ടല്ല, നിന്നെ ഹാം ചെയ്യുവാനായിട്ടല്ല, നിന്നെ രക്ഷിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. So there was a big gap of communication because a man was trying to communicate with the sparrow. But only if this man becomes a sparrow, then he could communicate. ദൈവം ചെയ്തത് അതാണ്. ദൈവം നമുക്കറിയാം, പഴയ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം മുൻകാലങ്ങളിൽ ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. God has spoken to us by his son. So God became one among us. നമ്മെ പോലെ ഒരുവനായിട്ട് തീർന്നിട്ട് അവൻ നമ്മോട് സംസാരിച്ചു. Now ദൈവത്തിന് മനുഷ്യനോട് വളരെ വ്യക്തമായിട്ട് ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ള തന്റെ വാക്കുകളിലൂടെയും തന്റെ ജീവിതത്തിൽ കൂടെയൊക്കെയും മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ incarnation resulted in a very fruitful, very meaningful communication between God and man. Finally, salvation. Incarnation was a necessity as far as man's salvation was concerned. സഭാപിതാവായ ആൻസലേം ആർഗ്യൂ ചെയ്തിരുന്നു ആ കാലത്ത് തന്നെ. Back in the 11th century,
Being sinners, we cannot save ourselves. Only God can save us. But us, it is we who need salvation. The initiative for salvation should come from outside, from within our human life. Since no one save God can make satisfaction for our sins, and no one save man ought to make it, it is necessary for a God man to make it. ദൈവത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ മനുഷ്യനാണ് കുറ്റം ചെയ്തത്, മനുഷ്യനാണ് വാസ്തവത്തിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പക്ഷെ ദൈവത്തിന് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു ദൈവ മനുഷ്യന്, ഒരു ഗോഡ് മാന്, ദൈവത്വവും മനുഷ്യത്വവും ചേർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി തീർന്നത്. സോ affirmation, we looked at affirmation and identification, communication and salvation. These are the four major implications of incarnation. Now let us come to the how. So this is what is incarnation. These are the implications. എന്നാൽ ഇത് മിഷനുമായിട്ടുള്ള ബന്ധം എന്താ? കർത്താവിന്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ, മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് പ്രാർത്ഥിച്ചു, as you send me into the world, I have sent them into the world. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ അയച്ചിരിക്കുന്നു. ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. I have sent them into the world. And on the third day of his death, when disciples were together, with the doors locked for fear of the Jews, Jesus came and stood among them and showed them his signs and sight. And he said, peace be with you. As the Father has sent me, I am sending you. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. സോ പിതാവ് എന്നെ അയച്ചതുപോലെയാണ്, പിതാവ് തന്നെ അയച്ചതുപോലെയാണ് താൻ തന്റെ ശിഷ്യന്മാരെ, തന്റെ അപ്പോസ്തലന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നതെന്നാണ് താൻ പറഞ്ഞത്. സോ ജീസസ് വാണ്ടഡ് ദ മിഷൻ ഓഫ് ഹിസ് അപ്പോസ്റ്റൽസ് ടു ബി മോഡൽഡ് ഓൺ ഹിസ് മിഷൻ. കാരണം നമ്മൾ ഇൻകാർണേഷനെ കുറിച്ച് കണ്ട കാര്യങ്ങൾ അതെല്ലാം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആ ഒരു മോഡലിലായിരിക്കണം അവരുടെ മിഷൻ, അവരുടെ മിനിസ്ട്രി, ലോകത്തിലുള്ള അവരുടെ മിനിസ്ട്രി എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജോൺ സ്റ്റോട്ടിന്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, he emptied himself of his glory and humbled himself to serve. He took our nature, lived our life, endured our temptations, experienced our sorrows, felt our hurts, bore our sins and died our death. അപ്പോൾ ഈ രീതിയിൽ കർത്താവ് ദൈവം നമ്മോട് ഐഡന്റിഫൈ ചെയ്തു. At the same time, he did not surrender or in any way alter his identity. This is that's a very important thing. He remained himself. God the Son, without ceasing for a moment to be divine, has united to himself a full human nature and become an authentic human person. അപ്പോൾ നാം ലോകവുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ we never cease to be ourselves. Jesus never ceased to be God. ദൈവം, യേശു കർത്താവ് ഒരിക്കലും ദൈവം അല്ലാതിരുന്നില്ല. അതേസമയം he totally identified with man. ലോകത്തിലെ മനുഷ്യരോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കളെന്നുള്ള, ദൈവത്തിന്റെ ജനമെന്നുള്ള, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്നുള്ള ആ ഒരു വലിയ സത്യം ഒരിക്കലും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല. We are children of God. At the same time, we identify with the sinners of the world. ഈ ലോകത്തിലെ പാപികളുമായിട്ട്, ഈ ലോകത്തിലെ ഈ പല രീതിയിലുള്ള വേദനകളിൽ കൂടെ കടന്നു പോകുന്ന, പല രീതിയിലുള്ള ആശങ്കകൾ കൂടെ കടന്നു പോകുന്ന മനുഷ്യരുമായിട്ട് നമ്മൾ ടോട്ടലി we are identifying with them without losing our identity. So this is the essence of identifying with the people around us. So Christ's mission has to be the model for our mission. Again, John Stott's statement, all authentic mission is incarnational mission. It demands identification without loss of identity. It means entering other people's worlds as he entered ours, though without compromising our Christian convictions, values or standards. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് വേദപുസ്തകത്തിലുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പുസ്തകനായ പൗലോസിനാണ്. നമുക്കറിയാം പൗലോസിന്റെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഇൻ 1 Corinthians 9, ചിലരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുന്നു. യഹൂദന്മാർക്ക് വേണ്ടി യഹൂദന്മാരെ പോലെയായി, ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവരെ പോലെയായി, ബലഹീനന്മാർക്ക് വേണ്ടി താൻ ബലഹീനനെ പോലെയായി, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹി വാസ് എ ഡിവോട്ട് Jew with a Pharisee background, he had no problem with in identifying with the Gentiles. ജാതികളുമായിട്ട് ഐഡന്റിഫൈ, അവരുമായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട്,
അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുവാനായിട്ട് ഒക്കെ തനിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. സോ വി ഫൈൻഡ് ആൻ ഇൻകാർണേഷണൽ മോഡൽ ഓഫ് മിഷൻ ഇൻ അപ്പോസ്റ്റൽ പോൾ. നമ്മുടെ ഹിസ്റ്ററി ഓഫ് മിഷനിലെ ചില എക്സാമ്പിൾസ് ഇൻകാർണേഷണൽ മിഷന് വേണ്ടി ഞാൻ ഒന്ന് പറയാനായിട്ടാണ്. അനേകം എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും, ചിലത് മാത്രം ഞാൻ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഹഡ്സൺ ടൈലർ ചൈനയിൽ 1854 എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന വെസ്റ്റേൺ മിഷണറീസ് എല്ലാം ഈ കോസ്റ്റൽ ഏരിയാസിലെ തുറമുഖങ്ങളുടെ ഒക്കെ അടുത്തൊക്കെ താമസിച്ചുള്ള മിനിസ്ട്രി ആയിരുന്നു. എന്നാൽ ഹഡ്സൺ ടൈലർ പറഞ്ഞു, no, this is not the place. We should go to the interior places where the real Chinese people are living, into the villages. അവിടേക്ക് പോകാനായിട്ട് ഞാൻ തീരുമാനിക്കും. അദ്ദേഹം തൻ്റെ കൂടെയുള്ള ഒരു മിഷണറിയുടെ കൂടെ ഇന്റീരിയർ വില്ലേജസിലേക്ക് പോയി, ബോട്ടുകളിൽ യാത്ര ചെയ്ത് അനേകം ഗ്രാമങ്ങളിൽ പോയി അവരെ കാണുവാനായിട്ടും അവരോട് സുവിശേഷം പങ്കിടുവാനായിട്ടൊക്കെ ശ്രമിച്ചു. എന്നാൽ അവിടെ കണ്ട് തന്നെ അനുഭവിച്ച ഒരു പ്രശ്നം, ഈ വലിയ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ധരിച്ച് പാൻസും ഷർട്ടും ടൈയും ഒക്കെ ധരിച്ചു വരുന്നതായിട്ടുള്ള ഈ മിഷണറീസിനെ കണ്ടിട്ട് അവർക്ക് യാതൊരു രീതിയിലും അവിടുത്തെ ജനങ്ങൾക്ക് മിഷണറീസുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഉള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഹഡ്സൺ ടൈലർ തീരുമാനിച്ചു, he had already had a good respect for the Chinese culture, so he adopted a Chinese way of dress. He even began to style his hair on Chinese fashion, in a Chinese fashion, a practice he maintained for the rest of his life. The missionaries began to get better acceptance among the common people in the village. അപ്പോൾ ചൈനക്കാരുടെ വേഷവും അവരുടെ ആ കൾച്ചറും ഒക്കെ സ്വീകരിച്ച് അവരുടെ ഭക്ഷണ രീതിയും അവരുടെ ഡ്രസ്സും അവരുടെ കൾച്ചറും ഒക്കെ കഴിയുന്നത്രയും സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് he could easily get through to them. അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. We know about Father Damien of Molokai Island. We know that he went there as for a short-term mission. 3 മാസക്കാലത്തെ മിഷന് വേണ്ടിയാണ്. അവിടെ നമുക്കറിയാം മൊളക്കായ് ഐലൻഡ് എന്ന് പറയുന്ന ഹവായൻ ഗവൺമെന്റ് കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ നിർബന്ധമായിട്ട് അയച്ചിരുന്ന, ഫോഴ്സ്ഫുള്ളി ഐസൊലേറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് നാളത്തേക്ക് അവിടെ വന്നതെങ്കിലും അവരുടെ അവസ്ഥ കണ്ടിട്ട് തന്റെ ജീവിതകാലം മുഴുവൻ അവരോട് ചെലവഴിക്കാനായിട്ട് താൻ തീരുമാനിക്കുകയാണ്. And we read from his biography that staff and residents of the colony who knew Damien remarked that he always seemed calm and unconcerned about the risk of contracting leprosy. He contracted leprosy by 1884. The diagnosis was officially verified in 1885. On 30th March 1886, he was officially registered as an inmate of Kalapapa leper colony. അപ്പൊ അവിടെ ഈ കോളനിയിലുള്ള ജനങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് താൻ, കോളനിക്ക് പുറത്ത് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഈ, പക്ഷെ ഫൈനലി ഹി ബിക്കംസ് പാർട്ട് ഓഫ് ദ കോളനി. കോളനിയിലുള്ള ഈ ലെപ്രസി പേഷ്യൻസ് മാത്രം താമസിക്കുന്ന ആ കോളനിയുടെ ഒരു ഭാഗമായിട്ട് താൻ ഇൻമേറ്റ് ആയിട്ട് താൻ മാറുകയാണ്. ബിക്കോസ് he himself became a leprosy patient. After his diagnosis, he wrote, I remain calm, resigned, and very happy in the midst of my people. ഫ്രെഡറിക് ചക്കർ എന്ന് പറയുന്ന സാൽവേഷൻ ആർമിയുടെ ഒരു പ്രവർത്തകൻ, ഒരു മേജർ in Salvation Army. He was the one who launched Salvation Army in India. Deeply concerned for the outcast. അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥ വളരെ സ്ട്രോങ് ആയിരുന്നപ്പോൾ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതായിട്ടുള്ള ഔട്ട്കാസ്റ്റ് നമുക്കറിയാം, അവരുടെ ഇടയിലുള്ള മിഷൻ, അവരുടെ അവസ്ഥ കണ്ടിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ടാണ് അന്നത്തെ ആദ്യമായിട്ട് വന്ന സാൽവേഷൻ ആർമി മിഷണറീസ് തീരുമാനിച്ചത്. സോ they decided to live like them. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ പോലെ ആയി തീരുവാനായിട്ട് അവർ ശ്രമിച്ചു. So they donned saffron robes, adopted Indian names, walked barefoot, cleaned their teeth with charcoal, and ate their food sitting cross-legged on the floor. അപ്പോൾ അവരുടെ ഇടയിൽ അവരെ പോലെ ഒരാളായിട്ട് ജീവിച്ച് അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ കുടിലുകളിൽ ജീവിച്ചാണ് ഈ സാൽവേഷൻ ആർമി മിഷണറീസ് അന്ന് ആദ്യമായിട്ട് സുവിശേഷം ഈ ഔട്ട്കാസ്റ്റിന്റെ ഇടയ്ക്ക് അസ്ഥിതരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പങ്കുവച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. Sadhu Sundar Singh, Sadhu Sundar Singh of Punjab. Following his conversion to Christ, Sundar Singh of Punjab began his life as a Christian sadhu. He was distressed to see the Indian church inculcating Western culture and imitating their customs and failing to present the gospel in Indian terms.
Sundar Singh knew that a life of a sadhu was the best way to present the gospel message of Christ to Indians. His yellow robe won him admission to many villages, and people listened to his messages earnestly. Even though brought up in a rich family, Sundar Singh as a sadhu wandered barefooted without any possessions except his thin linen garment, a blanket, and New Testament in Urdu. For Sundar Singh, ഈ വെസ്റ്റേൺ മിഷണറീസിന്റെ അപ്പൊ അന്നത്തെ കാലത്ത് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ആളുകളും ഈ വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് താൻ കണ്ടു. അത് വളരെയധികം ഇന്ത്യയിലെ മിഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇന്ത്യയിലെ ഉള്ള ആളുകൾക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ സംസ്കാരത്തോട് ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളായിരിക്കണം അവരോട് സുവിശേഷം അറിയിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ അപ്രകാരമുള്ള ഒരു ജീവിത രീതിയും പ്രവർത്തന രീതിയും താൻ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ സാധു കൊച്ചുകുഞ്ഞു ഉദേശി നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള ഒരു റിവൈവൽ preacher, poet and composer. We know that he was instrumental in bringing about a spiritual revival in Kerala in the early 20th century. അപ്പൊ അദ്ദേഹം ഒരു റിവൈവൽ പ്രീച്ചർ ആയിരുന്നു, ഒരു സുവിശേഷകനായിരുന്നു. പക്ഷെ അന്നത്തെ സോഷ്യൽ റിയാലിറ്റീസിനോട് അദ്ദേഹം ഒരിക്കലും കണ്ണടച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഒരു ഇൻകാർണേഷൻ മിഷൻ സ്വീകരിച്ച ഒരു വ്യക്തിയായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അന്നത്തെ സ്ത്രീധന സമ്പ്രദായം, പ്രത്യേകിച്ച് ശ്രീയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന സ്ത്രീധന പ്രസ്ഥാനം, സ്ത്രീധന സമ്പ്രദായം. When he realized that the practice of dowry had reached cancerous proportions in the Christian community in Kerala, he started dowry renunciation movement. സ്ത്രീധന പരിത്യാഗ മൂവ്മെന്റ്, പ്രസ്ഥാനം, സ്ത്രീധന പരിത്യാഗ പ്രസ്ഥാനം. അപ്പൊ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേരുവാനായിട്ട് അദ്ദേഹം ആളുകളെ ആഹ്വാനം ചെയ്തു. അപ്പൊ അനേകം കുടുംബങ്ങൾ അതിനകത്ത് ചേർന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ആൺമക്കൾക്ക് ഞങ്ങള് സ്ത്രീധനം വാങ്ങിക്കാൽ, ഞങ്ങളുടെ പെൺമക്കൾക്ക് സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് ഞങ്ങള് പെൺമക്കളെ കൊടുക്കുകയെന്ന് തീരുമാനമെടുത്ത അനേകം കുടുംബങ്ങളുണ്ടായി. അപ്പോൾ ഹി കണ്ടക്ടഡ് പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലിറ്ററേച്ചർ അഗൈൻസ്റ്റ് ഡൗറി സിസ്റ്റം. അപ്പൊ അന്നത്തെ ആ ഒരു സോഷ്യൽ ഈവിളിനെതിരായിട്ട് താൻ ശക്തമായിട്ട് പ്രതികരിച്ചു. ഒരു സുവിശേഷ പ്രവർത്തകനായതാൽ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. And his book വ്യാപാര ധർമ്മം, ബിസിനസ് എത്തിക്സ്, is addressed to Christian businessmen, exhorting them to desist from truthless and ruthless commerce. അപ്പോൾ വ്യാപാരം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കള്ളത്തിലാസും അതൊന്നും പാടില്ല, ക്രിസ്ത്യാനികൾക്ക് അത് പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് വാദിക്കുകയും അതിനുവേണ്ടി ഒരു ബുക്ക് എഴുതുകയൊക്കെ അദ്ദേഹം ചെയ്തു. So he responded to another social evil. And when cholera epidemic broke out in southern Travancore, Videshi organized a few volunteers and visited the homes of the sick and offered their services, including burying the dead. തെക്കൻ തിരുവിതാംകൂറിൽ വലിയൊരു കോളറ എപ്പിഡമിക് ഉണ്ടായ സമയത്ത് ആരും സഹായിക്കാനില്ലായിരുന്നപ്പോൾ, മരിച്ച മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും ആളുകൾ മുമ്പോട്ട് വരായിരുന്നപ്പോൾ, ഫോർ ഫിയർ ഓഫ് ലൈഫ്, അത് പിന്നെ ഈ കൊളറ പിടിക്കുമെന്നുള്ള പേടിയുണ്ട്, ഉപദേശി കുറച്ച് വോളണ്ടിയേഴ്സും കൂടെ അങ്ങനെയുള്ള ആളുകളുടെ ഭവനങ്ങളിൽ പോയി അവർക്ക് രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കുവാനും മൃതദേഹങ്ങൾ സംസ്കരിക്കുവാനായിട്ടൊക്കെ താൻ മുൻപോട്ട് വന്നു. സോ ഹി ടോട്ടലി ഐഡന്റിഫൈഡ് വിത്ത് ദ പീപ്പിൾ among whom he labored. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദയാബായ്. We have read about her in the newspapers. She became a nun at the age of 16, but later left the convent to work for the tribal population in the midlands of Madhya Pradesh. She has been holding satyagrahas and campaigns to press local authorities to open schools and empower neglected villages in the interior and tribal Madhya Pradesh. She settled down among the Gonds of Chinchwara district in Madhya Pradesh. She has adopted the lifestyle of tribal people and lives as one among them. She started the Swayam Sahayata group in the late 90s as a tool for the eradication of poverty. This earned her the wrath of the middlemen, the money lenders, and the village chief. So, Chinchwara district Gond ആദിവാസികളുടെ ഇടയിൽ അവരെ പോലുള്ള ഒരാളായി അവരുടെ ഭവനങ്ങൾ ജീവിച്ച് അവരുടെ ഇടയിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് പോരാടുകയും അവരെ ഉദ്ധരിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ ചൂഷണം ചെയ്തിരുന്നതായിട്ടുള്ള മിഡിൽമെൻ, the Jennys of the land, അവിടെ ഉണ്ടായിരുന്ന അവരെ ചൂഷണം ചെയ്യുകയും അവരെ കൊണ്ട് വേതനം കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട്
അശ്രാന്ത പരിശ്രമം ഇപ്പോഴും ദയവായി ചെയ്തുകൊണ്ടിരിക്കുക. So all these are examples of incarnational mission or incarnational ministry. So we are challenged by all this. പക്ഷേ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, what does incarnational mission mean to us today? John Stott പറയുന്നത് incarnational model will involve a more mundane struggle for us today. അനുദിന ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള അനേകം കാര്യങ്ങളിൽ ഈ ഇൻകാർണേഷണൽ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹം 2 സ്പെസിഫിക് ഏരിയാസ് നമ്മുടെ മുമ്പിൽ തുറന്നു നോക്കുന്നു. 1, entering into the thought world of people. മനുഷ്യരുടെ ചിന്താ ലോകത്തേക്ക് നാം പ്രവേശിക്കണം. സോ നമ്മുടെ ഇൻകാർണേഷൻ നടക്കേണ്ടത് എവിടെയാണ്? വി ഷുഡ് എൻറ്റർ ഇൻ ടു ദി തോട്ട് വേൾഡ്, അവരുടെ മനുഷ്യരുടെ ചിന്താ ലോകത്തിലേക്ക്. ജെയിംസ് സൈർ എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ദി യൂണിവേഴ്സ് നെക്സ്റ്റ് ഡോർ. ആക്ച്വലി ദിസ് ബുക്ക് ഈസ് അബൌട്ട് ഡിഫറെന്റ് വേൾഡ് വ്യൂസ്, പല രീതിയിലുള്ള വേൾഡ് വ്യൂസിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. മെറ്റീരിയലിസം, നിഹിലിസം, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫിലോസോഫിക്കൽ തോട്ട് വേൾഡ്, അങ്ങനെയുള്ള വേൾഡ് വ്യൂസിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈച്ച് പേഴ്സൺ ലിവ്സ് ഇൻ ഹിസ് ഓൺ യൂണിവേഴ്സ് ഓഫ് തോട്ട്. ഇപ്പം there may be a universe next door. നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ വേറൊരു യൂണിവേഴ്സിലാണ് അല്ലെങ്കിൽ വേറൊരു ലോകത്തിലാണ്. കാരണം ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിന് നേരെ വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരുപക്ഷെ ഒരു മെറ്റീരിയലിസ്റ്റിക് വ്യൂ പോയിന്റ് ഉള്ള, മെറ്റീരിയലിസ്റ്റിക് ചിന്ത, വേൾഡ് വ്യൂ ഉള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഒന്നും അയാൾ സ്വീകരിക്കത്തില്ല. ദൈവം നിന്നെ ഏതാ ദൈവം? He doesn't believe in God. He believes that probably the world came into its existence just by itself or it was eternally. അതുകൊണ്ട് ഒരു ദൈവം എന്നൊരു കോൺസെപ്റ്റ് തന്നെ അവരുടെ മനസ്സിലില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരോട് ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദം, അവരെന്താ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കിപ്പോ പ്രൊഫസർ രവിചന്ദ്രനെ പോലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒത്തിരി ഫോളോയിങ് ഉണ്ടാകുന്നുണ്ട്. ഒരു മെറ്റീരിയലിസ്റ്റിക് വ്യൂ പോയിന്റ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം പ്രചരിപ്പിക്കാനായിട്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവർ വിശ്വസിക്കുന്നത്, എന്താണ് അവർ പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന പലപ്പോഴും മതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് പലപ്പോഴും അവര് ദൈവത്തെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ മതത്തെ നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ we need to understand what they are saying and what they are thinking. So we should enter into their thought world. Not only that, we should John V. Taylor എന്ന് പറയുന്ന retired bishop of Manchester, he says, if you do not naturally belong to the world of the particular outside is we want to reach, some of us must take the trouble to cross over and learn to be at home in that alien country. അപ്പം മറ്റുള്ളവർ വേറൊരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരെ നേടുവാനായിട്ട് അവരുടെ ചിന്താ ലോകത്തേക്ക് നമ്മളൊന്ന് പ്രവേശിക്കണം, എന്നിട്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ throwing certain gospel words at them will not do any good. Secondly, he says we should enter into the heart world of people. ജനങ്ങളുടെ ഹൃദയത്തിന്റെ ലോകത്തിലേക്ക്, the world of emotions, അതിലേക്കും കൂടെ നമ്മൾ പ്രവേശിക്കണം. We need to enter into the world of their tragedy and lostness in order to share the gospel with them. Then only we can weep with those who weep. അവരുടെ വേദനകൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവരോടുകൂടെ കരയുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. കരയുന്നവരോട് കരയുവാൻ പറയുന്നു. കരയണമെങ്കിൽ അവരുടെ വേദന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. There are hidden depths of pain in every human being, whether they are introverts or extroverts. We can reach them only if we are willing to enter into their suffering. It will also include entering into people's social reality, for it is impossible to share the gospel with people in a social vacuum, isolating them from their actual context and ignoring their sufferings. Incarnation will also mean a willingness to renounce the comfort and security of our cultural background in order to serve people of another culture. അപ്പോൾ വേറൊരു വികാരപരമായി വേറൊരു ഹൃദയ ലോകത്തിൽ ഉള്ളൊരു വ്യക്തിയോട് നമ്മൾ if you want to communicate with them, we want to share the gospel with them, we want to serve them, എങ്ങനെയാണെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. അവരുടെ ആശങ്കകൾ എന്താണ്, അവരുടെ ഭയങ്ങൾ എന്താണ്, അവരുടെ നിരാശ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ മാത്രമേ
നമുക്ക് meaningful ആയിട്ടുള്ള മിഷൻ സാധിക്കുകയുള്ളൂ. So we need to enter into the thought world as well as the heart world of people. So let me conclude my my presentation here. We are celebrating yet another Christmas, and remember that the word became flesh. Vajanam jadamayi തീർന്നു. The famous Graham Kendrick's song has these lines: from heaven you came, helpless babe, entered our world, your glory veiled, not to be saved, but to serve and give your life that we might live. This is our God, the servant King. He calls us now to follow him, to bring our lives as a daily offering of worship to the servant King. So Christian mission ought to be modeled after Christ. His mission was incarnational. Our mission also ought to be incarnation. Our mission ought to be incarnational. So this is what I wanted to share with you. You understand from the Gospel of John specifically that the word became flesh, and what is that word? അതെന്താന്ന് നമ്മൾ കണ്ടു, ആ വചനത്തിന്റെ പ്രത്യേകതകൾ കണ്ടു. And the word became flesh, അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കി. കർത്താവ് അത്തരത്തിലുള്ള ഒരു താൻ എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നുവോ അതുപോലെയാണ് താൻ തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. സോ സെൻഡ് ഐ യു, ഞാൻ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ആ പിതാവ് എങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിനെ അയച്ചുവോ അതുപോലെ ആ മോഡല് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ, നമ്മളിന്നായിരിക്കുന്ന സമൂഹങ്ങളുടെ ഇടയിൽ അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും, ആത്മീയമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ we should identify with them. We should have an incarnational model of Christ, model which Christ set before us. കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ച ഇൻകാർണേഷണൽ മോഡൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മിഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സീസണിൽ ഈ ഒരു വലിയ സന്ദേശം, that we are called to do an incarnational mission. We cannot keep aloof from people. മനുഷ്യരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും വലിയ മിഷനറി അല്ലെങ്കിൽ ഒരു ക്രൂസൈഡുകളൊക്കെ നടത്തുന്നതായിട്ടുള്ള ആളുകളെ കാണുന്നു. അവരൊരു സ്ഥലത്ത് പോകുന്നു, വലിയ ക്രൂസൈഡ് നടത്തുന്നു, അടുത്ത ദിവസം പെറുക്കി കെട്ടി അവരുടെ നാട്ടിലോട്ട് പോകുന്നു. What do they know about the people? ജനങ്ങളെ കുറിച്ച് അവർക്ക് എന്തറിയാം? എന്തറിഞ്ഞുകൊണ്ടാണ്, ആരാണ് തങ്ങളെ കേൾക്കുന്നത്, അവരുടെ ഭയം എന്താണ്, അവരുടെ വേദന എന്താണ്, കുറിച്ചൊന്നും മനസ്സിലാക്കാതെയാണ് അവരോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് ആയിരിക്കാം. സോഷ്യൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ ഫെയിലർ, ഇതേ ഡേഞ്ചർ തന്നെ ഉണ്ടാകാം. Without understanding them, without understanding their real nature, real problems, we may try to help them. It will not be of any help. So let us adopt this model, which was very effective as far as God was concerned. When God sent his son to this world, he became totally identified with man, and that resulted in the salvation of mankind. So let us follow this model of Christ, the model of incarnation. May God bless us. Yeah, thank you, Dr. Jacob Samuel, for that very meaningful presentation. നിങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടു. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പേപ്പർ നേരത്തെ അയച്ചു തന്നിട്ടുണ്ട് വിത്ത് ഓൾ footnotes and all details about the sources. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. You can again read it. ഈ സമയത്ത് നമുക്ക് ചോദ്യങ്ങൾ, നമ്മളുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സമയമാണ്. നമുക്ക് നമ്മുടേതായ പെർസ്പെക്റ്റീവ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഈ ഡിസ്കഷന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്ന ചിലരുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ, if you have already shared your WhatsApp number and email, no problem, then no need to do it again. അല്ലാത്തവർ നിങ്ങൾ ആ ചാറ്റിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡായിട്ട് കിട്ടും. അത് വെച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ് നമ്മൾ എല്ലാ മാസവും 3rd വീക്കിലെ ഒരു വീക്കെൻഡ് പ്രോഗ്രാമായിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഡിസ്കഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
എല്ലാ മാസവും അത് ദൈവം അനുവദിച്ച ചെയ്യാ നേഷൻ എന്നുള്ള ആ ഒരു തീം, അതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു തീമാണല്ലോ. അത് വളരെ മനോഹരമായിട്ട് അഫർമേഷൻ, ഐഡന്റിഫിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന 3 ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചു. അതോടൊപ്പം തന്നെ അനേകം ജീവിത മാതൃകകളെ കാണിക്കാനായിട്ട് ശ്രമിച്ചു. പ്രത്യേകിച്ചും ഇന്ന് ജീവിക്കുന്ന ഒരു മാതൃകയായിട്ട് നമ്മൾ ദയാബായിയെ കാണാനായിട്ട് ഇടയായി. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ മിഷന്റെ ഹിസ്റ്ററി നോക്കിയാൽ ധാരാളം മെൻസ്, ആണുങ്ങൾ, പുരുഷന്മാരായ ശക്തരായ മിഷണറിമാർ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ പലരും സ്ത്രീകളായിട്ടുള്ള മിഷണറിമാരെ ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇൻകാർണേഷണൽ മിഷൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അല്ല എങ്കിൽ ട്രഡീഷണൽ മോഡൽസ് ആണെങ്കിൽ ട്രഡീഷണൽ റൈറ്റേഴ്സ് ശ്രദ്ധിക്കുമായിരുന്നു. ഓൾഡ് ഹിസ്റ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ പഴയ പല മിഷൻ ജേർണൽസിൽ അവരുടെ മെത്തേഡ് ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. സിൻസ് ഇറ്റ് വാസ് ഇൻകാർണേഷണൽ, particularly the mission of the women, it was not അത് പലപ്പോഴും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു ജീവിക്കുന്ന മാതൃകയായിട്ട് ദയാബായിയെ നമുക്ക് കാണാനായിട്ടിടയായി. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങള്, സംശയങ്ങള്, നിങ്ങളുടെ കമന്റ്സ് അവതരിപ്പിക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്നു. നമുക്ക് 8 മണിയായി. 8:30-ക്ക് ശേഷം ഒട്ടും നമ്മൾ മുൻപോട്ട് പോകില്ല. നമ്മുടെ ചോദ്യങ്ങളൊക്കെ അതിന് മുമ്പ് തീർന്നാൽ അതനുസരിച്ച് നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ബട്ട് യു ഹാവ് സഫിഷ്യന്റ് ടൈം, ടേക്ക് ദ ഫ്രീഡം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓപ്പൺ ഫോർ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസ്. എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങളെക്കാൾ കൂടുതൽ, ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ലെറ്റ് us റിഫ്ലക്ട് ടുഗദർ. നമുക്ക് ഇതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ഹൗ വി ക്യാൻ ബി. നമുക്ക് ഐ ഡോണ്ട് തിങ്ക് there will be any difference of opinion about നമ്മൾ ഒരു ഇൻകാർണേഷണൽ മോഡൽ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് കാണുകയില്ല. പക്ഷേ ഹൗ വി ക്യാൻ ഡു ഇറ്റ്, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരുടെയും ഒരു പെർസ്പെക്റ്റീവ് ആൻഡ് റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ that will be very 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 meaningful. ഒരു ഒബ്സർവേഷൻ പറയാം. ഈ സെനാന മിഷൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നത് തന്നെ സ്ത്രീകളുടെ ഈ വീടിനകത്ത് നിന്നും വെളിയിലിറങ്ങാൻ മേലാത്ത പല വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളെയും റീച്ച് ചെയ്യാൻ ഒരു അവരെ പോലെ ഉള്ള ആൾക്കാർ കൂടെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുരുവിയായി തീർന്നാലേ നടക്കുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിൽ കൂടിയാണ് ഈ സെനാന മിഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. അത് ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലെ സുവിശേഷീകരണത്തിനും വളരെ ശക്തമായിരുന്നു. അപ്പോൾ സെനാന മിഷനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻസിലൊക്കെ ദേ ഹാവ് ബീൻ ഗ്രേറ്റ്ലി അഫേംഡ്. ജസ്റ്റ് ടു ഷോ ദാറ്റ് Dayabai type of missionaries existed, female missionaries existed in the historic mission movements. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ തിരുത്താം. It's very very correct. നമ്മളെല്ലാവരും നമ്മളുടേതായ കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഒരു ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, പ്രത്യേകിച്ച് ഇൻകാർണേഷൻ എന്നുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഇന്നത്തെ പ്രത്യേകിച്ച് അഡ്വെന്റ് ക്രിസ്മസിന്റെ ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ദ ഹ്യൂമൻനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനുഷ്യ രൂപം, അതിന്റെ ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൽ നമ്മൾ ചെയ്യുന്നത്. മനുഷ്യന്റെ ആ ഒരു അവസ്ഥയെ ദൈവം തിരിച്ചറിയുന്നു. ആ അവസ്ഥയിലേക്ക് ദൈവം കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും. ആ ഒരു ദൈവസ്നേഹം, അത് ദൈവസ്നേഹമായിട്ട് വ്യക്തികളായിട്ട് പല രീതിയിൽ സഭയായിട്ട് ആ സാഹചര്യത്തിലേക്ക് ദൈവം വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതായ ഒരു സന്ദേശമാണ് ക്രിസ്മസിന്റെ ഈ സന്ദേശം. നമുക്ക് ഒരിക്കലുള്ള ക്രിസ്മസ് അല്ല, ഇറ്റ്സ് കീപ്പ് ഓൺ റിപ്പീറ്റ്, റിക്കറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ദൈവാനുഭവമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടേതായ റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യാം. പ്രിയ സന്നിച്ചായൻ പറഞ്ഞതുപോലെ
അപ്പോൾ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പോയിന്റ് ഷെയർ ചെയ്യാവുന്നതാണ്. ജേക്കബ് സാമുവലിന്റെ പേപ്പറിനെ ഞാൻ വളരെ പ്രകീർത്തിക്കുന്നു. വളരെ വെൽ സ്റ്റഡീഡ്, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആയിരുന്നു. അതിൽ തൻ്റെ കൺക്ലൂഷൻസിന് ധാരാളം മൈലേജ് ഉണ്ട്. എൻ്ററിങ് ഇൻ ടു ദ തോട്ട് വേൾഡ് ആൻഡ് ഹാർട്ട് വേൾഡ്. ഹാർട്ട് വേൾഡ് പെയിൻ മാത്രമല്ലല്ലോ, ഇറ്റ് വിൽ ഓൾസോ ബിക്കം ജോയ്, സെലിബ്രേഷൻ, ഇമാജിനേഷൻ, കൾച്ചർ, ആർട്ട്. ഇതൊക്കെ ഈ ഹാർട്ട് വേൾഡിനകത്തും തോട്ട് വേൾഡിനകത്തും വരുന്നതാണ്. അപ്പോൾ ഭയങ്കര പൊട്ടൻഷ്യലുള്ള, നമ്മൾ ഇവാഞ്ചലിക്കൽസ് എന്ന് അഭിമാനിക്കുന്നവർ വേണ്ടത്ര രീതിയിൽ വി ഹാവ് ട്രൈഡ് ഇൻ സോങ്സ്, പിന്നെ അല്ലെങ്കിൽ ഈ കെയർ ഫോർ ദ സിക്ക് ആൻഡ് സഫറിങ്ങിലൊക്കെ വി ഹാവ് ഡെഫിനറ്റ്ലി പാർട്ടിസിപ്പേറ്റഡ്. ദർ ഇസ് ലോട്ട് ഓഫ് മൈലേജ് ഇൻ യെറ്റ് ടു ബി എക്സ്പ്ലോർഡ്. അപ്പോൾ നമുക്ക് വളരെ ചിന്തിക്കാനുള്ള നല്ല മാർഗനിർദ്ദേശമൊക്കെ ജേക്കബ് സാമുവൽ തന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി വെൽ സ്റ്റഡീഡ് പേപ്പർ. താങ്ക് യു വെരി മച്ച്. ഐ അപ്രീഷിയേറ്റ് മൈ ഫ്രണ്ട് for that. And also the calmness with which you presented. നല്ല ക്ലിയർ സ്ലൈഡ്സ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസം തോന്നി. പിന്നെ the poise with which you taught, ഒരു unimposing and very gentle, വളരെ your gentleness itself is an incarnational approach. അപ്പോൾ അത് വളരെ ലേണബിൾ ആയിരുന്നു. As an excellent teacher, I appreciate you a lot for not only the content but even for the very style of presentation. Sometimes we can be so imposing that people ആ കൃഷിക്കാരൻ ഗുരുവെ പിടിക്കാൻ പോകുന്ന പോലെ ആയിരിക്കും. It was extremely helpful. I want to make one. This is during open reflections. സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. This is not what I thought of yesterday or what just an instant reflection. John's Gospel, I see you did it as a theological reflection. You went from John 1 to John 20, John 17 and 20, and then you went on to Paul. So it's a exegetical paper. It's a very theological reflection, that, and it was leading to mission application mission. So that side I fully agree, fully accept. ഞാൻ ചിന്തിച്ചു, അത് in case you are revising it, probably you could look at the function of the word flesh in John itself, John's Gospel itself. അവിടെ ഒരു ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ പറയുന്നത്, yesterday I probably would not have thought about it like this. ഒന്നാമത് ഈ വരുന്നേ, there is a neutral meaning, there is a negative meaning, and there is a very, very positive side to it, and balanced sense of it. The flesh, you think according to the flesh and it's negative. John 8. Yeah. John 3:6, it's not the flesh, it's the spirit that matters. അപ്പോൾ അവിടെ വരുമ്പോഴും ഒരു നെഗറ്റീവ് വ്യൂ ആണ്. John 17, I just searched my this thing. John 17, you're given him authority over all flesh എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ സെൻസ് ആണ്. എന്നാൽ ഈ John 1:14 John 6 ഏറ്റവും കൂടുതൽ ഫ്ലഷ് വരുന്നത്. That is, unless you eat the flesh and drink the blood. അത് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നോടനെ പറയുന്നു, the flesh is of no avail, it's only the spirit that matters. The words I have spoken to your spirit are and life. അപ്പോൾ അവിടെയാണ് രണ്ട് ഒബ്സർവേഷൻ ഇപ്പം എൻ്റെ മനസ്സിൽ വന്നത്. ഒന്ന്, I think there is a strong anti-Gnostic touch to John's use of flesh. അപ്പോൾ അന്നത്തെ നോസ്റ്റിക് ചിന്താഗതികളിലേക്ക് ക്രിസ്തീയ വിശ്വാസം നീങ്ങുന്നുടനെ, even the kind of dualism that you find in John was later on used by Gnostics. So there is a distancing of John from how Gnostics would use it.
And that is why that itself is an apologetic, which is missional, an apologetic use. Just as you said, the word has nuances with Hebrew thought, the word has nuances with the Greek thought, but there is something unique about it. Likewise, so the assertiveness of the uniqueness of the gospel is experimented or asserted by the use of this. On the distancing on, it is not the way the Gnostics are using. No, the word became flesh. But the redemptive side is the enfleshed word is the locus of the revelation of God. We beheld his glory. So the flesh as the means or the locus of divine revelation. The revelation is the fullness of God. The only begotten, the unique God, full of grace and truth. What you started off, it becomes so assertive. While the flesh is the locus of revelation, the flesh is therefore not essentially antithetical. The flesh is the means or a medium through which divine revelation takes place. Affirmation of the human beings, humanity, the created order. Affirmative. That's a missional angle develop that, this escapist, spiritualist, Gnostic, hyper-dualistic attitude Allah. So especially a person like you who is involved in integral mission, there is, I think, some mileage for you there. And coming to John 6, there is the very radical statement. Initially, Jesus says, unless you eat my flesh and drink my blood. But adinte or abusive trend varun samayathekku, the words I have spoken to you are, what is it, spirit and life. So there again, the flesh is life-giving. The flesh of the Messiah is life-giving. The hyper-sacramentalism alla, enal anti-sacramentalism alla. In church practices, there is a welding. There again is a fusion between the flesh and the spirit. That's also is a gospel connected this thing. If heaven and if the word becomes flesh in the gospel in Jesus, the death of Christ and its memory and its celebration and its participation again is a fusion between the flesh and the spirit. It is not flesh versus the spirit. So that again is something probably you can push as a pastoral theologian, because your doctoral studies is in Christian education. So I'm sorry, I did not think about this earlier. These are my spontaneous reflections on hearing you. But once again, I appreciate your incarnate approach to teaching incarnation. Thank you very much. നമസ്കാരം സർ, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു, ഒരു ധ്യാനമായിരുന്നു. എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ അർത്ഥപൂർണമായിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് സാർ അവസാനിപ്പിക്കാനായിട്ട് പറഞ്ഞത്. അതായത് ജനങ്ങളുടെ ചിന്താലോകത്തിലേക്ക്, അതുപോലെ അവരുടെ വൈകാരിക തലത്തിലേക്ക് ഇറങ്ങി വരിക. ഇതാണ് ദൗത്യത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ പലപ്പോഴും ഈ ഒരു തലത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഒരു രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ രോഗാവസ്ഥയുടെ ആഴത്തിലേക്കും അവരുടെ മനസ്സിലേക്കും ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുന്ന ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പൊ അത് വളരെ അർത്ഥപൂർണമായി തോന്നി. കാരണം ക്രിസ്തു ചെയ്തതും അത് തന്നെയാണ്. ക്രിസ്തുവിൽ ആരോടെല്ലാം താതാത്മ്യപ്പെട്ടോ, എങ്ങനെയെല്ലാം താതാത്മ്യപ്പെടാൻ പറ്റിയോ ആ തലങ്ങളിലെല്ലാം താതാത്മ്യപ്പെട്ടു. അതാണ് ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ളത്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ മനസ്സ് കാണാൻ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയായിട്ട് തന്നെ മാറാൻ യേശുവിന് കഴിഞ്ഞു.
ഒരു ഭിന്നലിംഗക്കാരനെ കാണുമ്പോൾ അവന്റെ അവസ്ഥയെ അതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ട് യേശുവിന് കഴിഞ്ഞു. അപ്പൊ ആ ഒരു താണിറങ്ങുന്ന അനുഭവം നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ദൗത്യത്തിൽ പ്രതിഫലിക്കണം. അത് വളരെ അർത്ഥപൂർണമായിട്ട് എനിക്ക് തോന്നി. കാരണം അവരോടൊപ്പം ആയിത്തീരുക. പല മിഷണറി സാർ എടുത്തു പറഞ്ഞ ആ മിഷണറിമാരുടെ ജീവിതാനുഭവങ്ങൾ കൂടാതെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അതുപോലെ അവരിലേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ അങ്ങനെ ഒരു തലം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിജയം. ഈ ശുശ്രൂഷയുടെ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പല അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചിന്ത വളരെ ഇന്നത്തെ നമ്മുടെ ദൗത്യ നിർവഹണത്തിന് ഏറ്റവും ഏറ്റവും അനിവാര്യമാണ്. സാറ് പറഞ്ഞതുപോലെ വലിയ കരിസ്മാറ്റിക് പ്രേയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺവെൻഷൻസ് ഒക്കെ നടത്തി പോകുന്നത് കൊണ്ട് നമുക്കൊരു ആത്മീയ അനുഭവം ലഭ്യമാകുന്നു എന്നുള്ളതല്ലാതെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ വൈകാരിക അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്നു. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷയുടെ തലം രൂപപ്പെടുത്തിയെടുത്താൽ അതാണ് ഏറ്റവും വലിയ ദൗത്യം. യേശുവിനോടൊപ്പം ഒരുപാട് ഒരു പുരുഷാരം, ഒരു വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് അവരുടെ മാനസിക ഭാവങ്ങളെ തിരഞ്ഞെടുത്താണ് യേശുവിന്റെ ദൗത്യം വിജയിച്ചത്. സക്കായി, അദ്ദേഹം ചുങ്കക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസിക ഭാവത്തെ യേശുവിനെ കണ്ടെടുക്കാൻ കഴിയും. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് തിരഞ്ഞു പിടിക്കാൻ കഴിയുന്ന ഒരുപാട് വ്യക്തി അനുഭവങ്ങൾ ഉണ്ടാവാം. അവരിലൂടെ നമുക്ക് വലിയൊരു ശുശ്രൂഷയുടെ താലം രൂപപ്പെടുത്തി എടുക്കാനായിട്ട് കഴിയും. താങ്ക് യു സർ. താങ്ക് യു. And ഇത് ഡിപനാണ്. So I mean the paper was very much thought provoking and very much needed for India. So adding on to that, or maybe അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ആയിട്ട് ചിന്തിക്കുകയായിരുന്നു that how we think about our vocation എന്നുള്ളത്, vocation and ഇൻകാർണേഷണൽ മിഷൻ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഐ തിങ്ക് വി ഈവൻ എമംഗ് ഇവാഞ്ചലിക്കൽസ് വി സീ വൊക്കേഷൻ ഓർ ആർ കരിയർ ആസ് മേ ബി അതൊരു ടു ഫോൾഡ് ആയിട്ടായിരിക്കും പലപ്പോഴും കാണുക. ഒന്ന് മേ ബി ഹൗ ഐ യൂസ് മൈ അല്ലെ ബിൽഡിംഗ് മൈ സ്കിൽസ്, ആൻഡ് second maybe അല്ലെങ്കിൽ using my skills, and second out of that you make money. So both are not bad in itself or അങ്ങനെ പ്രശ്നമുണ്ടെന്നല്ല. And but rather I think in Indian context, so today I was talking to a cousin of mine, and he's working abroad. He's in the US now. So a very brilliant guy, and I was asking him, why don't you consider like maybe working in India and maybe using his skills for a need here. So in your incarnational perspective like if we encourage students and maybe or even right from school or like maybe in college or maybe even later on, like how to use my skill in building the kingdom in a needy place. So even that can be a civil engineering skill, that can be a mechanical engineering, or even a doctor or a architect or a planner or whatever, or a lawyer. പലപ്പോഴും ഈ സ്കിൽസ് എന്താ പറയാ ഇന്ത്യയുടെ connecting it to economic inequality also, like it is majority of our skills are focused on or benefiting the 10% or the 5% or maybe at the best 20% of Indians. So
where the need is, if we can use our skills or build our careers around, I think God will provide. Maybe we might be getting a lesser salary or angante issues കാണും, but I think seeking His kingdom first will look something like this, that how I can contribute my skill in today's India, and that might take us to different places, that might take us to a low paid job, maybe in a tier 2 city or a less popular place, but I think India needs in a being salt and light, uh, ആ ഒരു പെർസ്പെക്റ്റീവ് കരിയറിൽ കൊണ്ടുവരുമ്പോൾ I think it will look something like this, how we as engineers, doctors, lawyers, chartered accountants or whatsoever going to the rural places, maybe we might have to find our own, finding job might not be very easy, but it might look like that എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, and being in such places, maybe it'll risk our children's education, maybe it'll risk a lot of things in life, a lot of comfort, but I think if we think about vocation and career in the light of the incarnational perspective, I'm thinking that that is something that India needs, because most of the human capital is going into maybe to serve the 20%, if you take all the MNCs, and so I think to heal this land in much more than uh, um, uh, in a very holistic way, I think that would be needed. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാനത് ചിന്തിച്ചത്. Yeah. Thank you. Sanicha, thank you so much for your paper. I loved going through it again when you presented it. And one thing that stuck with me even in today's presentation was looking at flesh as frail and vulnerable. You use these two words. And I think unless mission, incarnational, being incarnate is not associating ourselves becoming frail and vulnerable, I think we'll hold back. And from the models that you have given us of Hudson Taylor to Dayabai, I find that they were willing to become frail, they were willing to become vulnerable, and those implications of incarnation which you refer to, either affirmation or identification, communication, and finally how salvation enters into that space, is because these people were willing to become vulnerable and frail. And I think that strong message, as Dipin was also sharing, needs to go into every Christian who is in the profession as well. One of the reasons why our profession does not become missional is because of the fear that it will lead us to become vulnerable, the fear that it will make us frail. And that is the cost. And that is the only cost by which we can communicate, we can affirm, we can either identify. And I thank you so much for this paper. But we need to know where, in Kerala context or Indian context, where we have lost this. Because if the Lord came down to that level, where have we lost it now? That is important. Thank you so much. നമുക്ക് അടുത്ത 5 മിനിറ്റ് സമയം കൂടി എടുക്കാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. I think all the questions and reflections are very good, particularly that of Dibin is very practical and bringing a very radical new dimension into the thought on incarnation from a professional setting, because all our models which we have shared, നമ്മൾ കണ്ട എക്സാമ്പിൾസ് എല്ലാം full time missionaries എന്ന് വേണമെങ്കിൽ പറയാം, because they have left the culture and moved into a different place as missionaries. But this challenge Dibin faced today is a different one. I know Dibin very well, and he is now, if I'm right, he's into a project of the IAM Bangalore, and he's helping us to launch their initiatives in some of the
very remote villages and districts, taking up some districts. Otherwise, he was earlier involved in such projects, if I'm right. Okay. If you have still questions, I think Dr. Smitha also give very, very valid reflections, very personal. Dr. Idicharia's reflection is definitely from a very New Testament perspective, reading from the text. മറ്റുള്ള ആളുകളുടെ റിഫ്ലക്ഷൻ കേൾക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. Jacob sir, can you hear me? Yes, yeah. Yeah, Yes. I went out towards the end. അവസാനം പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല, എൻ്റെ നെറ്റ് തീർന്നു. അപ്പോൾ I had to recharge and get back in. Beautiful paper. I think it is self-explanatory. I love the way you put the implications. Other beautiful item, the affirmation, identification, communication. A communication bhagathaanu enike koreyum kuda click cheythathu, because that is what is needed in today in our society as well as the world in general. Somebody asked, where did we lose all this? You asked where we lost all this. When we go for some of those talks, I do a lot of, I used to go before the lockdown, talks in a pombo. ഈ പറഞ്ഞ ഈ ഹഡ്സൺ ടൈലറോ ഫാദർ ഡേമിയനെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ എക്സോട്ടിക് മിഷണറീസിനെയാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എക്സ്ട്രീംലി, അവര് തൊടാൻ പോലും പാടില്ല, ആൻഡ് ദേ ആർ സോ എന്താ പറയുക, impeccably or rather spotlessly clean, and they stand bigger than Christ for some reason. And they have made Christianity a mockery, actually. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ ഈ ഫുൾ പേപ്പറിൽ നിന്ന് ലാസ്റ്റ് റിസൗണ്ടിങ് എൻ്റെ തലയിൽ കൂടെ പോകുന്ന 2 വേർഡ്സ് ആണ് എനിക്ക് കിട്ടിയത്: സാക്രിഫൈസ് ആൻഡ് ഹ്യൂമിലിറ്റി. What Jesus has done and taught us. He sort of, he came towards us. എന്നിട്ട് നമുക്ക് ഒരു മെസ്സേജ് തന്ന, ഇങ്ങനെയല്ല, there is another way to live എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ റിവീൽ ചെയ്യാണ് ചെയ്തത്. This is not the way to, go about it. There is no need to panic over each and everything. There is no need to belong to this world, to buy that BMW or get that job abroad and be in a bigger, higher society. It doesn't make any sense. Christianity is not all about this. And the world is actually, we have come in, he has very firmly confirmed suffering ee logathu undagum nu paranjittundu, but he has also confirmed that he has overcome it as a human being with all the frailties and with all vulnerabilities. Pinna nammade profession, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ദീപമല്ല. We are not an island. We work with human beings, other creations, who are also having the same frailty and vulnerability with which Jesus was born and you and I are born with. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് who just need a listening ear, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ബിബ്ലിക്കലായിട്ട് നമ്മുടെ മിഷൻ നടത്താൻ പറ്റുന്ന ഒരുപാട്. ഐ ആം എ ടീച്ചർ. എനിക്ക് എത്ര കുട്ടികളുടെ ജീവിതമാണ് എനിക്ക് തൊടാൻ പറ്റിയ. ഐ വാസ് റിയലി ഷോക്ക്ഡ്. ആൻഡ് ഐ ആം എൻ ആക്സിഡന്റൽ ടീച്ചർ. എനിക്ക് ഒരിക്കലും ടീച്ചർ ആവാൻ ആഗ്രഹമില്ലായിരുന്നു. പോയി പെട്ടത് ടീച്ചിങ്ങിലാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഞാനൊരു ഡോക്ടറായിരുന്നു, ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അത് ദൈവം തന്ന ഒരു ദൗത്യമാണ്. ഇറ്റ്സ് ഹിസ് വിഷ് ഹേസൽ വിൽ ഗോ ബിക്കം എ ടീച്ചർ. യെറ്റ് I have touched lives and been able to continue with a mission. I didn't even know I was doing it, but I was doing it. And I changed my life also, like Christ, humbling myself and understanding that if you sacrifice your desires, which is not very important, അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? ഇപ്പൊ നാളെ തന്നെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഇത്രത്തോളം വിലയുള്ള ഒരു സാരി ഉടുക്കണം. ഇപ്പൊ എന്തോ കോവിഡ് എന്താ ഉള്ളത്? ഒന്നുമില്ല. വി ആർ സിറ്റിംഗ് അറ്റ് ഹോം, വി ആർ സ്റ്റിൽ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആർ വി നോട്ട്? I don't understand. And where have we lost? We have lost it all because somewhere along the line we have lost touch with Jesus, and we have lost touch with what he actually stood for. He communicated very well. Beautifully he communicated to us. And he told us what and how to live.
ആ കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയപ്പോഴാണ് നമ്മളെ തന്നെ അൺപ്ലഗ് ചെയ്ത് പോയതെന്ന് തോന്നുന്നു. I think we need, if we read the Gospels and think about how this man walked on earth, we will understand we have another choice to take up. Do you get it? We have another choice to take up. And I love the way your last line, because he became human and lived with us, that nobody will accuse him of not knowing. Shariya, nammal kore vashmikkan, you don't know ennu oru idu parayum nammal. നിനക്കറിയോ നീ ദൈവം അല്ലായിരുന്നു, അത് എനിക്കും മനസ്സിൽ കൂടെ പോയി കേട്ടോ. Because even as a God man, like, did he have his divine powers? But yes, towards in the Gospels we do read the part where when he was going through tribulation, he went into prayer and silence and drew the strength to go through that storm through prayers. That prayer ennulla bhagam, I've seen a lot of evangelical people who deliver message ശരിക്കും ആ കണ്ടന്റ് പോലും വായിക്കാതെയാണ് വരുന്നത്. എന്നിട്ട് പിന്നെ നടുവിലാകുമ്പോൾ ഒച്ചയിൽ കിടന്ന് ഓളിയിട്ടിട്ട് they don't end that message actually. So reading the Bible is not there, practicing the word is not there, and so I think we have changed. ഇവരൊക്കെ കണ്ടില്ലേ, ഈ വലിയ ഈ ഹഡ്സൺ ടൈലർ, ഡേമിയൻ ഒക്കെ പറഞ്ഞവര്, അവര് they went and they became one of them and they tried to understand them, and that allowed the communication rather open up ചെയ്തിട്ട് അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാ. I think your paper is absolutely amazing because it's quite self-explanatory, like Dipin said, thought-provoking also, and that question that sir asked, where did we lose it? I think I'll take that thought with me today as I leave, because what Jesus did was a totally different thing. What is happening right now is a totally different thing. We need to change our perspective on how to conduct a mission. എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. Basically sacrifice and humility, and it is all done out of love. ആ ലവ് എന്നുള്ള ആ ഫാക്ടറാണ് കുറേ മിഷൻസിൽ ഇല്ലാതെ പോകുന്നത്. That love is not there. We are like clanging cymbals, as mentioned in Corinthians about love. ഒരു സ്നേഹം ഇല്ല, ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഒരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ടാർഗറ്റിലേക്ക് എത്തണം, ഇത്രയും കാശ് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം മിഷനറി വർക്കിന്. ബട്ട് ദ ലവ് ഇസ് നോട്ട് there. When that happens, you're compromising Christianity, I believe. Thank you, sir. It was a beautiful, beautiful paper. Really beautiful. Thank you. Thank you. I think we are നമ്മുടെ സമയം തീർന്നു. The last 1 minute is given to Dr. Jacob Samuel to give any final word on this paper. Then we will wind up with prayer. Well, I don't think there is much to say. Thank you for all your contributions and reflections to further think about the theme of incarnational mission. കുറച്ചുകൂടെ എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ അനുദിന ജീവിതത്തിൽ, ഇന്നത്തെ സോഷ്യൽ ചലഞ്ചസിന്റെ മുൻപിൽ, in the midst of people with various kinds of struggles, പല രീതിയിലുള്ള സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, how we can incarnate as one among them, understanding what they are saying and going through their feelings without നമ്മൾ ആരാണെന്നുള്ളത് മറന്നു കളയാതെ തന്നെ അവരുമായിട്ട് അവരുടെ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു വലിയ ചലഞ്ച്. Again, I am giving myself to go into that kind of a ministry the rest of my life, and may God bless each one of us to, especially in this Christmas season, നമ്മൾ ഈ ഒരു വലിയ സമർപ്പണത്തിലേക്ക് God കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിൽ ദാസനായി ക്രൂശിലെ മരണം വരെയും തന്നെത്താൻ താഴ്ത്തിയ കർത്താവിന്റെ ആ ഒരു എക്സാമ്പിള്, ഈവൻ as we celebrate his birth, അത് നമുക്ക് ഓർക്കുവാനായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ടും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഞാൻ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം. You can just give your feedback personally to the person who invited you,
അങ്ങനെ വേണേൽ ചെയ്യാൻ സാധിക്കും. അടുത്ത പേപ്പറുകൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നേ ഉള്ളൂ. യു ടേക്ക് ദ ഫ്രീഡം ടു ടോക്ക് എനി വൺ ഓഫ് us. അടുത്ത മാസം നമ്മൾ 3rd വീക്കിൽ ദൈവം അനുവദിച്ചാൽ വീണ്ടും കൂടും. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ചിലർക്ക് ഇന്ന് അഡ്വെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. സോ ദേ വിൽ ഓൾ ജോയിൻ സോ ദാറ്റ് വിൽ ഹാവ് എ വണ്ടർഫുൾ ടൈം നെക്സ്റ്റ് മന്ത്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും പലയിടങ്ങളിൽ കൊടും ശൈത്യം അനുഭവിക്കുന്നതായ ആളുകളുണ്ട്. കോവിഡിന്റെ പ്രതിസന്ധികളിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹവും അതിന്റെ മധ്യത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, കഷ്ടപ്പെടുന്ന ഏറ്റവും ലോൻലി ആയിട്ടുള്ള ഒരു ജനതയുടെ മധ്യത്തിലേക്ക് ദൈവം കടന്നു വന്നു എന്നതിന്റെ ഓർമ്മ കൂടിയാണല്ലോ ക്രിസ്മസ് എന്ന് ഞങ്ങൾ ഈ സന്ധ്യാസമയത്ത് ചിന്തിച്ചു കഴിഞ്ഞു. കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ഇൻകാർണേഷന്റെ പുതിയ തലങ്ങളെ കണ്ടെത്തുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ സാധ്യമാകുന്ന ദൈവിക ഇടപെടൽ ലോകത്തിലേക്ക് ഉണ്ടാകുവാൻ സഭകളായി, സമൂഹങ്ങളായി, വ്യക്തികളായി, ഞങ്ങളെ കുടുംബങ്ങളായിട്ടൊക്കെയും ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ ഞങ്ങളെ ആക്കുകയും വീണ്ടും കാണുന്നവരെ അവിടുത്തെ കാവിൽ പരമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് കൂടിയിരിക്കണമേ. അനുഗ്രഹീതമായ ക്രിസ്മസ് ദിവസങ്ങളും പുതുവത്സരവും ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ പഠനം ഞങ്ങൾ ഏറ്റവും അർത്ഥവത്തായി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. പ്രിയ ഡോക്ടർ ജേക്കബ് സാമുവൽ സാറിനെ സഹായിച്ചതിനായി സ്തോത്രം. പ്രിയ സണ്ണിച്ചായന്റെ ജീവിതത്തെയും ശുശ്രൂഷകളെയും അവിടുന്ന് കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. റിഫ്ലക്ട് ചെയ്ത എല്ലാവരെയും, അറ്റൻഡ് ചെയ്ത ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.